ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെസിറ്റാറ്റീവ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അത് എഴുതിയത് ടോണി മോറിസൺ ആണ്. ടോണി മോറിസൺ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററാണ്. അവരുടെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ബിലവഡ്, സുല, ടാർബേബി ആൻഡ് ബ്ലൂവസ്റ്റ് ഐസ്. ഈ ഷോർട്ട് സ്റ്റോറി രണ്ട് പെൺകുട്ടികളുടെ കഥയെക്കുറിച്ചാണ് പറയുന്നത്, ടോയ്ലയും റോബർട്ടയും. ടോയ്ലയാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ നരേറ്റർ എന്ന് പറയുന്നത്. റോബർട്ടയാണ് പ്രൊട്ടാഗനിസ്റ്റ്. ടോയ്ലയും റോബർട്ടയെ ആദ്യം കാണുന്നത് സെൻറ്റ് ബോണീസിൽ വെച്ചിട്ടാണ്. സെൻറ്റ് ബോണീസ് എന്ന് പറയുന്നത് ഒരു ഓർഫണേജ് ആണ്. ടോയ്ല അപ്പോൾ പറയുന്നുണ്ട്, ടോയ്ലയ്ക്ക് റോബർട്ട വേറൊരു റേസിൽപ്പെട്ട ആളാണ് എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വയറുവേദന എടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ ഗ്രാജുവലി ദേ ബിക്കം ഫ്രണ്ട്സ്. അവർക്ക് പിന്നെ പറയുന്നുണ്ട് എക്സാംസിനൊക്കെ എഫ് കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ദേ ബോത്ത് ഫെയിൽ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ടോയ്ലയ്ക്ക് അവൾ എന്താണ് പഠിച്ചതെന്ന് ഓർമ്മ കാണത്തില്ല. റോബർട്ടയ്ക്ക് എങ്ങനെ വായിക്കണ്ടേന്ന് പോലും അറിയത്തില്ല. പിന്നെ അവർ അവരുടെ അമ്മമാരെ കുറിച്ചാണ് പറയുന്നത്. ടോയ്ലയുടെ അമ്മയുടെ പേര് മേരി എന്നും അമ്മ രാത്രി മുഴുവൻ ഡാൻസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. റോബർട്ടയുടെ അമ്മ എന്ന് പറയുന്നത് സിക്കാണ്. അവർ ആദ്യം ഓർഫണേജിൽ കണ്ടുമുട്ടുമ്പോൾ 8 വയസ്സായിരുന്നു. ടോയ്ല പിന്നീട് ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ടോയ്ല റോബർട്ടയും ഈ അവിടുത്തെ അഗ്രസീവായിട്ടുള്ള ഓൾഡർ ഗേൾസിനെ നിക്നെയിമായിട്ട് വിളിക്കുന്ന ഗാർ ഗേൾസ് എന്നായിരുന്നു. ഒരു ദിവസം അവർക്കൊരു കുക്കുണ്ടായിരുന്നു, മാഗി എന്ന് പറഞ്ഞൊരു കുക്ക്. അവൾ അവസാനത്തെ ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ടിലൂടെയാണ് ഓർച്ചാഡിലെ ഷോർട്ട് കട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഗാർ ഗേൾസ് അവളെ കളിയാക്കിയിരുന്നു. ആ മാഗി വീണപ്പം ഗാർ ഗേൾസ് കളിയാക്കി ചിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ടോയ്ല റോബർട്ടെ അപ്പോൾ സൈലൻ്റ് ആയിട്ടാണ് ആ ഒരു ഇൻജസ്റ്റിസിനെ വിറ്റ്നസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ടോയ്ലയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി മാഗിയെക്കുറിച്ച് ആലോചിച്ചപ്പം. പിന്നെ ആ ഇൻസിഡൻറ്റിന് മുമ്പായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ഈസ്റ്റർ സൺഡേയിൽ അവരുടെ റോബർട്ടയുടെ അമ്മയും ടോയ്ലയുടെ അമ്മയും അവരെ കാണാൻ വരുന്നുണ്ട്. അപ്പം ടോയ്ല ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവുകയാണ് ഈ അവളുടെ അമ്മയുടെ ഡ്രസ്സ് കണ്ടിട്ട്. അവളുടെ അമ്മയുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റായിട്ടുള്ള ഗ്രീൻ പാൻസും പിന്നെ ഓൾഡ് ഫർ ജാക്കറ്റൊക്കെയാണ് ധരിച്ച് വന്നിരുന്നത്. റോബർട്ടയുടെ മദർ ആയിക്കോട്ടെ ഒരു റിലീജിയസ് പേഴ്സൺ ആണ്. അവരൊരു എനോർമസ് ക്രോസൊക്കെയാണ് വെയർ ചെയ്തിരുന്നത്. അതായത് ഒരു വലിയ കുരിശും അവരുടെ കയ്യിലാണെങ്കിൽ ബൈബിളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 8 വർഷം കഴിഞ്ഞുള്ള കാര്യമാണ് പറയുന്നത്. ടോയ്ല ഒരു ഹോവാർഡ് ജോൺസസ് റെസ്റ്റോറൻറ്റിൽ വെയിട്രസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അവൾ അവിടെ വെച്ച് റോബർട്ടനെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ് ഉണ്ടാകുന്നത്. അപ്പം റോബർട്ടയുടെ കൂടെ 2 ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. റോബർട്ട അവൾ ജിമ്മി ഹെൻഡ്രിക്സ് എന്ന് പറയുന്ന ഒരു മോഡേൺ അമേരിക്കൻ ഗിറ്റാറിസ്റ്റ് ആൻഡ് സിംഗറിനെ കാണാൻ പോകുന്ന വഴിക്കാണ് ആ റെസ്റ്റോറൻറ്റിൽ കയറിയത്. റോബർട്ട ആയിക്കോട്ടെ ടോയ്ലറ്റിനെ അങ്ങനെ വലുതായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. റോബർട്ട ടോയ്ല ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഒരു കോൾഡ് റെസ്പോൺസാണ് കൊടുക്കുന്നത്. അങ്ങനെ വലിയ കാര്യമാക്കുന്നില്ല അവളെ. അത് കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് ശേഷം പിന്നെ അവർ കാണുന്നുണ്ട് ഒരു ഗ്രോസറി സ്റ്റോറിൽ വെച്ചിട്ടാണ്. ഈ ടൈമിൽ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ട്. ടോയ്ല ഒരു ഫയർ ഫൈറ്ററിനെയാണ് കല്യാണം കഴിച്ചത്. അയാളുടെ പേര് ജെയിംസ് ബെൻസൺ ആണ്. അവർക്കൊരു മോനുണ്ട്, ജോസഫ് എന്നാണ് പേര്. റോബർട്ട ആയിക്കോട്ടെ ഒരു റിച്ചായിട്ടുള്ള ആളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അയാളൊരു വിഡോവറാണ്. അയാളുടെ ഭാര്യ മരിച്ചുപോയതാണ്. അയാൾക്ക് 4 മക്കളുണ്ട്. പിന്നീട് അവർ അവരുടെ ലൈഫ്സിനെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ടോയ്ല അന്നത്തെ ആ ഇൻസിഡൻറ്റിനെ പറ്റി അവൾ ചോദിക്കുകയാണ്, മാഗിയുടെ ഇൻസിഡൻറ്റ്. അപ്പോൾ റോബർട്ട പറയുവാണ് അത് ഗാർ ഗേൾസ് ആണ് ആ മാഗിനെ തള്ളിയിട്ട് കാര്യം പറയുന്നുണ്ട്. മാഗി എന്ന് പറയുന്ന ഒരു മ്യൂട്ട് ആൻഡ് ഡെഫ് പേഴ്സൺ ആണ്, ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കത്തുമില്ല. റോബർട്ട പിന്നെയും ഓർഫണേജിൽ അന്ന് പോയിരുന്നു, 2 വട്ടം ഓർഫണേജിൽ പിന്നെയും പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൾക്ക് 14 വയസ്സുള്ളപ്പോൾ അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയ കാര്യം പറയുന്നുണ്ട്. പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷം ടോയ്ലയുടെ മോൻ വേറൊരു സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ലിസ്റ്റിൽ അവളുടെ മോനുണ്ട്.
അപ്പോൾ ടോയില റോബർട്ടനെ കണ്ടു. അവൾ അവിടെ പിക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജോസഫ്സിൻ്റെ പുതിയ സ്കൂളിൻ്റെ മുമ്പിലായിട്ട്. പിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു തരം സമരമാണ്. ഷീ ഓൾസോ ഹാഡ് എ സൈൻ ബോർഡ് മദേഴ്സ് ഹാവ് റൈസ് ടു എന്ന് പറഞ്ഞൊരു സൈൻ ബോർഡും കയ്യിൽ പിടിച്ച് അങ്ങനെ സമരം ചെയ്യുകയാണ്. ടോയില പിന്നെ റോബർട്ടയോട് സംസാരിക്കുന്നുണ്ട്. റോബർട്ട അപ്പം അവളോട് പറയുവാണ്, നീ ആ പഴയ സ്റ്റേറ്റ് കിഡ് അല്ലേ, ഒരു പാവപ്പെട്ട ഒരു ഇന്നസെൻറ്റ് വുമനെ, അതായത് മാഗിനെ കിക്ക് ചെയ്ത ഒരു ആ സ്റ്റേറ്റ് കിഡാണ്, മാഗി ബ്ലാക്കും ആണെന്ന് പറയുവാണ്. എന്നാൽ ആര് പറയുന്നു? റോബർട്ട പറയുന്നു. ടോയില അപ്പോൾ പെട്ടെന്ന് ഷോക്കാവുകയാണ് ചെയ്യുന്നത്. കാരണം ഇതൊന്നും സത്യമല്ല എന്ന് അവൾക്കറിയാം അവൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യത്തില്ല. അവൾ പിന്നെ ഷോക്കാവുകയാണ്. മാഗി ബ്ലാക്ക് ആണെന്ന് പോലും അവൾക്ക് അറിയത്തില്ല. ദെൻ പിന്നെ നെക്സ്റ്റ് ഡേ ടോയിലയും ഒരു സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് സോ ഡു ആസ് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു സൈൻ ബോർഡ് ഉണ്ടാക്കി. അങ്ങനെ ഓരോ ദിവസം അവൾ ഓരോ സൈൻ ബോർഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷം ടോയില വീണ്ടും നമ്മുടെ റോബർട്ടനെ ഒരു ഡൈനറിൽ വെച്ച് കാണുകയാണ്. റോബർട്ട് അപ്പം ടോയിലയോട് അപ്പോളൈസൈസ് ചെയ്യുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും മാഗീനെ കിക്ക് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഹേർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു മാഗീനെ. അപ്പം ടോയില സോബ് ചെയ്തിട്ട് റോബർട്ടയോട് ചോദിക്കുകയാണ്, അത് വിഷമിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് അന്ന് മാഗിക്ക് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ദ ഹെൽ ഹാപ്പൻ ടു മാഗി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എൻഡിങ് എന്ന് അതുകൊണ്ടാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. എന്താണ് മാഗിക്ക് സംഭവിച്ചെന്ന് ആ ഒരു ചോദ്യത്തിലൂടെയാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പം ഷോർട്ട് സ്റ്റോറിയുടെ എൻഡിങ് എന്ന് പറയുമ്പോൾ ഈസ് ഓപ്പൺ ആണ്, നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്, റീഡേഴ്സിന് വിട്ടു തന്നിരിക്കുകയാണ്. എന്താണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള. റൈറ്ററിന് ഇവിടുത്തെ നമ്മുടെ ടോണി മോറിസൺ റൈറ്റർ ഒരിക്കലും മെൻഷൻ ചെയ്യുന്നില്ല ആരാണ് ബ്ലാക്ക് ആരാണ് വൈറ്റ് എന്ന്, അല്ലേ? ടോയിലയാണോ റോബർട്ട അവരുടെ റേസ് ഒരിക്കലും ഇതിനകത്ത് പറയുന്നില്ല, ആരാണ് ബ്ലാക്ക് ആരാണ് വൈറ്റ് എന്ന് പറയുന്നില്ല. അപ്പോൾ ഷോർട്ട് സ്റ്റോറി പറയുന്നത് റേസിനെയും റേസിസത്തിനെയും ആൻഡ് ബ്ലാക്ക് വൈറ്റ് കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷോർട്ട് സ്റ്റോറി. താങ്ക് യു.